സമ്മേളനത്തെ അഭിസംബോധന ചെയ്യുന്നത് ISM സംസ്ഥാന ജനറൽ സെക്രട്ടറി ഷുക്കൂർ സലാഹി. ആദരപൂർവ്വം ക്ഷണിക്കുന്നു. ആദരണീയരായ പണ്ഡിതന്മാരെ, നേതാക്കളെ, സഹോദരങ്ങളെ, സഹപ്രവർത്തകരെ, കേരള ജംഇയ്യത്തുൽ-ഉലമയുടെ 100-ാം വാർഷികത്തോടനുബന്ധിച്ച് സംസ്ഥാനത്തുടനീളം നടക്കുന്ന വ്യത്യസ്തങ്ങളായ പ്രോഗ്രാമുകളിൽ ഒന്നായ പണ്ഡിത സമ്മേളനത്തിൻ്റെ സമാപന സെഷനിലാണ് നമ്മളുള്ളത്. അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും നിറഞ്ഞു നിന്നിരുന്ന ഒരു കാലഘട്ടത്തിലാണ് കേരള മുസ്ലിം ഐക്യസംഘവും കേരള ജംഇയ്യത്തുൽ-ഉലമയും രൂപീകരിക്കപ്പെടുന്നത്. 1924 മുതൽ കേരള ദഅവത്തുൽ മുജാഹിദീൻ രൂപീകരിക്കപ്പെടുന്ന 2.5 പതിറ്റാണ്ട് കാലഘട്ടം ജംഇയ്യത്തുൽ-ഉലമയുടെ ശക്തമായ പോരാട്ടങ്ങളുടെയും യാഥാസ്ഥിതികത്വത്തിനും അനാചാരങ്ങൾക്കും അന്ധവിശ്വാസങ്ങൾക്കുമെതിരെയുള്ള നിലപാടുകളുടെയും വലിയ പ്രഖ്യാപനമായിരുന്നു ഈ രാജ്യത്തിനും സമൂഹത്തിനുമൊക്കെ നൽകിയിട്ടുള്ളത്. വിജ്ഞാനവും അക്ഷരവിദ്യാഭ്യാസവും നിഷിദ്ധമാക്കപ്പെട്ടൊരു കാലഘട്ടത്തിലാണ് വിദ്യാഭ്യാസത്തിലൂടെയാണ് സമൂഹ പുരോഗതിയിലേക്ക് ഈ രാജ്യത്തെ കൈപിടിച്ചുയർത്താൻ കഴിയൂ എന്ന തിരിച്ചറിവിൽ നിന്നുകൊണ്ടാണ് മുസ്ലിം സമൂഹത്തിന് കേരള ജംഇയ്യത്തുൽ-ഉലമ ദൈക്ഷണികമായ നേതൃത്വം നൽകിയിട്ടുള്ളത്. പണ്ഡിതന്മാരുടെയും ഉമറാക്കളുടെയും പാരസ്പര്യത്തോടു കൂടിയാണ് ഈ രാജ്യത്ത് നവോത്ഥാന പ്രവർത്തനങ്ങൾക്ക് കേരള ജംഇയ്യത്തുൽ-ഉലമ ധൈര്യപൂർവ്വം മുന്നോട്ട് വരികയും അതിന് തുടക്കം കുറിക്കാൻ അവർക്കെല്ലാം കഴിഞ്ഞിട്ടുള്ളത്. അതിൻ്റെ തുടർച്ചയാണ് മുജാഹിദ് പ്രസ്ഥാനം ഇവിടെ നിർവഹിച്ചു കൊണ്ടിരിക്കുന്ന ദൗത്യമെന്ന് പറയുന്നത്. ഒരു രാത്രി കൊണ്ടുണ്ടായ നവോത്ഥാന പ്രവർത്തനങ്ങളുടെ അത്ഭുതങ്ങളല്ല കേരളത്തിൽ മുജാഹിദ് പ്രസ്ഥാനവും കേരള ജംഇയ്യത്തുൽ-ഉലമയും സൃഷ്ടിച്ചിട്ടുള്ളത്. ആകാശത്തുനിന്ന് പൊട്ടിവീണ അലാവുദ്ദീൻ്റെ അത്ഭുത വിളക്കിൽ നിന്ന് പ്രകടിപ്പിച്ച നന്മകളെക്കുറിച്ചല്ല മുജാഹിദ് പ്രസ്ഥാനത്തിനും കേരള ജംഇയ്യത്തുൽ-ഉലമക്കും ഈ നാടിനോടും ഈ സമൂഹത്തിനോടും സംസാരിക്കുവാനുള്ളത്. ഒരു രാത്രി കൊണ്ട് മുളച്ചു പൊന്തിയ അത്ഭുത മരത്തെക്കുറിച്ചല്ല മുജാഹിദ് പ്രസ്ഥാനവും കേരള ജംഇയ്യത്തുൽ-ഉലമയും ഈ നാടിനോട് സംസാരിക്കുന്നത്. ജീവിതം നൽകിയും ജീവൻ നൽകിയും കുടുംബത്തെയും മക്കളെയും സഹോദരങ്ങളെയും നഷ്ടപ്പെടുത്തിക്കൊണ്ട് ജീവിതത്തിലെ ഒരുപാട് സന്തോഷങ്ങളെ മാറ്റി നിർത്തിക്കൊണ്ട് വേദനകളിലൂടെ പട്ടിണി കിടക്കുന്നവരെയും വേദനിക്കുന്നവരെയും സങ്കടപ്പെടുന്നവരുടെയും കൂടെ നിർത്തി ഉമറാക്കളെയും ഉലമാക്കളെയും ചേർത്ത് നിർത്തി നവോത്ഥാന പ്രസ്ഥാനത്തിൻ്റെ ചരിത്രപരമായ പോരാട്ടത്തിൻ്റെ നന്മകളാണ് ഞാനും നിങ്ങളുമൊക്കെ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന സൗകര്യങ്ങൾ എന്ന് തിരിച്ചറിയണം. 1944 സുല്ലമുസ്സലാം എന്ന് പറയുന്ന സ്ഥാപനത്തിന് മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ ദൈക്ഷണിക നേതൃത്വം തുടക്കം കുറിക്കുന്നു. 48 മദീനത്തുൽ-ഉലൂം എന്ന് പറയുന്ന ഒരു വൈജ്ഞാനിക ഗോപുരത്തിന് കേരള ജംഇയ്യത്തുൽ-ഉലമ നേതൃത്വം കൊടുക്കുന്നു. 1949 ഫറൂഖാബാദ് എന്ന് പറയുന്ന തണൽ മരത്തിന് കേരള മുസ്ലിം ഐക്യ സംഘത്തിന്റെ നവോത്ഥാന നായകന്മാർ തുടക്കം കുറിക്കുന്നു. 1968 മോങ്ങത്ത് പെൺകുട്ടികൾക്ക് വേണ്ടി ഒരു അറബി കോളേജ് കേരള ജംഇയ്യത്തുൽ-ഉലമയുടെ നേതൃത്വത്തിൽ ആരംഭിക്കുന്നു. സമുദായത്തെ ഇരുണ്ട വഴികളിലൂടെ നടക്കാൻ അവകാശം നിഷേധിക്കപ്പെട്ട കാലഘട്ടത്തിലാണ് കേരള ജംഇയ്യത്തുൽ-ഉലമയുടെ മഹാപണ്ഡിതന്മാർ അവരുടെ ജീവനും ജീവിതവും നൽകി ഈ തണൽ മരങ്ങളെ കേരളക്കരയിൽ സൃഷ്ടിച്ചെടുത്തിട്ടുള്ളത്. ഒരു കൽച്ചുമരു പോലും ഈ സമുദായത്തിന് സ്വപ്നം കാണാൻ അവകാശമില്ലാത്ത കാലഘട്ടത്തിലാണ് ഈ നാട്ടിൽ പെൺകുട്ടികൾക്ക് പഠിക്കാനും വിദ്യാഭ്യാസം നേടാനും ഈ സമുദായത്തിൽ മുജാഹിദ് പ്രസ്ഥാനം അവരുടെ ജീവനും ജീവിതവും നൽകിയിട്ടുള്ളത്. മുസ്അബ് ബിൻ ഉമൈർ എന്ന ഇസ്ലാമിക ചരിത്രത്തിലെ ശ്രദ്ധേയനായ ഒരു സ്വഹാബിയുണ്ട്. ഈ സമ്പന്നതയുടെ മടിത്തട്ടിൽ പിറന്നു വീണ് സമ്പന്നതയുടെ മുഴുവൻ കൊടുമുടികളിലും ജീവിക്കാൻ അവകാശമുണ്ടായിരുന്ന ഒരു ചെറുപ്പക്കാരൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന വെളിച്ചത്തിന് വേണ്ടി ജീവിതത്തിലെ സൗകര്യങ്ങളെ മുഴുവൻ മാറ്റിവെച്ച് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ആദർശ മുന്നേറ്റത്തിന് വേണ്ടി ജീവിതത്തിലെ സൗഭാഗ്യങ്ങളെ മുഴുവൻ വലിച്ചെറിഞ്ഞ ഇസ്ലാമിക ചരിത്രത്തിലെ ശ്രദ്ധേയനായ ഒരു സ്വഹാബി വര്യൻ ഉഹുദ് യുദ്ധത്തിന്റെ പോർക്കളത്തിൽ മരണപ്പെട്ട് കിടക്കുന്ന മിസ്അബ് റളിയല്ലാഹു അൻഹുവിന്റെ സമീപത്തേക്ക് അള്ളാഹുവിന്റെ റസൂൽ കടന്നു ചെന്ന് വൈകാരികതയോടുകൂടി അദ്ദേഹം നടത്തുന്ന സംസാരമുണ്ട്. എത്ര സന്തോഷത്തോടെയാണ് മിസ്അബ് നീ മക്കയിൽ ജീവിച്ചിരുന്നത്. മണിക്കൂറുകൾ വെച്ച് വസ്ത്രം മാറുമായിരുന്ന അടിച്ചു വീശുന്ന സുഗന്ധത്തിന്റെ വാസന കിലോമീറ്ററുകളോളം അത് എത്തുമായിരുന്ന സമ്പന്നതയുടെ മടിത്തട്ടിൽ ജീവിതം എന്നും കടന്നുപോയിരുന്ന സുഖലോലുപതയുടെ സൗഭാഗ്യങ്ങളുടെ പർദീസകളിൽ ജീവിക്കാൻ അവകാശമുണ്ടായിരുന്ന ചെറുപ്പക്കാരൻ ഇന്ന് കണ്ണുകൾ കുഴിഞ്ഞ് ഒരു കഫം പുടവ് പോലുമില്ലാതെ ഈ ലോകത്തുനിന്ന് യാത്രയാകാൻ നിൽക്കുന്ന സങ്കടകരമായ സാഹചര്യത്തെ പ്രവാചകൻ വിശദീകരിക്കുന്നുണ്ട്. കേരളത്തിലെ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ആദ്യകാല അമരക്കാരെ കുറിച്ച് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? കേരള മുസ്ലിം നവോത്ഥാന പ്രസ്ഥാനങ്ങൾക്ക് ദൈക്ഷണികമായ നേതൃത്വം നൽകിയ കേരള മുസ്ലിം ഐക്യ സംഘത്തിന്റെ ഉമറാക്കളെയും ഉലമാക്കളെയും നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ?
ആലോചിച്ചിട്ടുണ്ടോ? കേരള ജംഇയ്യത്തുലമക്ക് നേതൃത്വം നൽകിയ പണ്ഡിതന്മാരെ കുറിച്ച് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? മിസ്അബിൻ ഉമൈറുമാരുടെ ചരിത്രങ്ങൾ ആവർത്തിക്കപ്പെടുന്നത് കേരള മുസ്ലിം ഐക്യ സംഘത്തിന്റെയും കേരള ജംഇയ്യത്തുലമയുടെയും പണ്ഡിതന്മാരുടെയും നേതാക്കന്മാരുടെയും ജീവിതത്തിലായിരുന്നു. ഫാറൂഖാബാദിന്റെ കുന്നിൻമുകളിൽ കയറി ചെന്ന് ഒരു കൽച്ചുമര് പോലും ഇല്ലാത്ത കാലഘട്ടത്തിൽ ഫാറൂഖാബാദ് എന്ന തണൽ മരത്തെ സൃഷ്ടിച്ചെടുത്ത് ആ തണൽ മരത്തിന്റെ മുന്നിലെത്തി നിങ്ങളുടെ ഈ തണൽ മരത്തെ നട്ടു വളർത്തി വെള്ളം വളവും ഒഴിച്ചു വളർത്തിക്കൊണ്ടുവന്നത് ആരാണെന്ന് ചോദിച്ചാൽ, ആ കൽച്ചുമരുകൾക്ക് നാവുണ്ടായിരുന്നെങ്കിൽ, ആ കൽച്ചുമരുകൾക്ക് കൈകൾ ഉണ്ടായിരുന്നുവെങ്കിൽ, കൊടുങ്ങല്ലൂരിലെ വലിയ പള്ളിയുടെ ഖബർസ്ഥാനിൽ മറമാടപ്പെട്ട് കിടക്കുന്ന KMCD എന്ന കേരളത്തിന്റെ തെരുവുകളിൽ ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ഏക്കറുകൾ ഈ സമുദായത്തിന്റെ പുരോഗതിക്ക് വേണ്ടി നൽകിയ ത്യാഗീവര്യന്മാരായ മഹാപണ്ഡിതന്മാരുടെ ജീവിതത്തിന്റെ നന്മകളെ കുറിച്ച് ആ കൽച്ചുമരുകൾ വിളിച്ചു പറയുമായിരുന്നു. അക്ഷര വിദ്യാഭ്യാസം സ്വപ്നം കാണാൻ കഴിയാത്ത കേരളക്കരയിലെ പെൺകുട്ടികളെ അക്ഷര വിദ്യാഭ്യാസത്തിന്റെ സുഖലോലുപതകളിലേക്ക് കൈപിടിച്ചേർത്തിക്കൊണ്ടുവന്ന മഹാപാരമ്പര്യം അവകാശപ്പെടുന്ന സംഘടനയുടെ തണൽമുറികളിൽ നിന്നുകൊണ്ടാണ്, ശീതീകരിച്ച തണൽമുറികളിൽ നിന്നുകൊണ്ടാണ് നമ്മൾ ഇന്ന് നന്മകളെ കുറിച്ച് ആലോചിക്കുന്നത്. 28 കൊല്ലത്തെ ത്യാഗപൂർണമായ പരിശ്രമങ്ങൾ, മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പോരാട്ടങ്ങളിൽ ജീവിക്കാൻ അവകാശം കിട്ടി. 28 കൊല്ലങ്ങൾക്ക് ശേഷം ഞാനിതാ എന്റെ സഹോദരങ്ങൾക്ക് നബിദിനാശംസകൾ നേരുന്നുവെന്ന സഹപ്രവർത്തകന്മാരെ സൃഷ്ടിച്ചെടുക്കുന്ന നവോത്ഥാന പ്രവർത്തനങ്ങളല്ല നമുക്ക് ആവശ്യമായിട്ടുള്ളത്. വീടുകളിൽ നിന്ന്, കുടുംബങ്ങളിൽ നിന്ന്, സമൂഹത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ സന്ദേശം ഉയർത്തിപ്പിടിക്കുന്ന പോരാളികൾ ഉണ്ടാകണം. ആരുമാരുടെയും കാൽച്ചുവട്ടിൽ അടിമകളായി നിൽക്കുന്നവരല്ല. സമയവും സന്ദർഭവും ജീവിതവും സമ്പത്തും ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ദഅവത്തിന് വേണ്ടി ഉപയോഗപ്പെടുത്തുന്ന പണ്ഡിതന്മാർക്ക് ആദരവുകൾ ഉണ്ടാകണം. നാട്ടിൻ പുറങ്ങളിൽ ഉമറാക്കളുടെ തണലുകളിൽ നിന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ ശബ്ദം പറയാൻ കരുത്തുറ്റ നേതാക്കന്മാരും പണ്ഡിതന്മാരും ഉണ്ടാകണം. ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. 2 കാര്യങ്ങൾ നമുക്ക് മുന്നിലുണ്ട്, 2 ഉത്തരവാദിത്തങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. ഒന്ന്, നവംബർ 16-ാം തീയതി കേരള ജംഇയ്യത്തുലമയുടെ മഹാസമ്മേളനം നടക്കാനിരിക്കുന്നു. കേരള ജംഇയ്യത്തുലമ, സമസ്ത കേരള ജംഇയ്യത്തുലമ എന്ന ഈ സമുദായത്തിരുട്ടിലേക്ക് വഴി നടത്തിയ ഒരു സംഘടന അതിന്റെ 100-ാം വാർഷികം ആഘോഷിക്കാൻ കേരളക്കരയൊട്ടാകെ കൊടുമ്പിരി കൊണ്ട പ്രചരണങ്ങൾ നടത്തുമ്പോൾ ആ ഇരുട്ട് നിറഞ്ഞ അന്ധവിശ്വാസികളുടെ കൈകളിൽ നിന്ന് ഈ സമുദായത്തെ മോചിപ്പിച്ചെടുത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ വെളിച്ചത്തിലേക്ക് കൈപിടിച്ചുയർത്തിയ കേരള ജംഇയ്യത്തുലമ എന്ന മഹാപ്രസ്ഥാനത്തിന്റെ 100-ാം വാർഷിക സമ്മേളനം കോഴിക്കോട് കടപ്പുറത്ത് നാം തീരുമാനിക്കുകയും പ്രഖ്യാപിക്കുകയും ചെയ്തു. നവംബർ 16 എന്നുള്ളത് നമ്മുടെ മനസ്സിലുണ്ടാകണം. കേരളത്തിലെ മുജാഹിദ് പ്രവർത്തകന്മാരുടെ ഒരു സംഗമമാകണം. മുജാഹിദ് സംസ്ഥാന സമ്മേളനത്തിന് ശേഷം കേരളം കാണുന്ന ഏറ്റവും മഹത്തായ ജനകീയമായ ഒരു സംഗമ ഭൂമിയായി കോഴിക്കോടിന്റെ കടപ്പുറത്ത് ഈ സമ്മേളനം മാറണമെന്നാണ് ISMന്റെ ഒരു ഭാരവാഹി എന്ന നിലയിൽ എനിക്ക് എൻ്റെ സഹപ്രവർത്തകന്മാരോട് സൂചിപ്പിക്കാനുള്ളത്. ജംഇയ്യത്തുലമയ്ക്ക് ജില്ലാ കമ്മിറ്റികളില്ല, മണ്ഡലം കമ്മിറ്റികളില്ല, ശാഖാ കമ്മിറ്റികളില്ല. ജംഇയ്യത്തുലമയുടെ ജില്ലാ കമ്മിറ്റികൾ എന്ന് പറയുന്നത് കേരള ദുബത്തുൽ മുജാഹിദിന്റെ ജില്ലാ കമ്മിറ്റികളും ISMന്റെ ജില്ലാ കമ്മിറ്റികളുമാണ്. കേരള ജംഇയ്യത്തുലമയുടെ മണ്ഡലം കമ്മിറ്റികൾ എന്ന് പറയുന്നത് കേരള ദുബത്തുൽ മുജാഹിദിന്റെ മണ്ഡലം കമ്മിറ്റികളും ISMന്റെ മണ്ഡലം കമ്മിറ്റികളും MSMന്റെ മണ്ഡലം കമ്മിറ്റികളും MGMന്റെ മണ്ഡലം കമ്മിറ്റികളുമാണ്. കേരള ജംഇയ്യത്തുലമയുടെ യൂണിറ്റുകൾ എന്ന് പറയുന്നത് ISMന്റെയും KNMന്റെയും MSMന്റെയും MGMന്റെയും യൂണിറ്റ് കമ്മിറ്റികളാണ്. യൂണിറ്റുകളിൽ നിന്ന് ആയിരങ്ങൾ ഒരുമിച്ച് കൂടുന്ന മഹാസാഗരമായി അറബിക്കടലിന്റെ തിരമാലകൾ ഓളം തള്ളുന്ന അറബിക്കടലിന്റെ തിരമാലകളുടെ സാഗര തീരത്ത് ഒരു മനുഷ്യ മഹാസാഗരത്തെ സൃഷ്ടിച്ചെടുക്കാൻ കേരള ദുബത്തുൽ മുജാഹിദീന്റെ നേതൃത്വങ്ങൾക്ക് കഴിയണമെന്നാണ് ജംഇയ്യത്തുലമയുടെ സമ്മേളനത്തിന്റെ സമാപന വേദിയിൽ എനിക്ക് എൻ്റെ സഹപ്രവർത്തകന്മാരോടും പണ്ഡിതന്മാരോടും ഓർമ്മപ്പെടുത്താനുള്ളത്. നിങ്ങളുടെ സംസാരങ്ങളിൽ എൻ്റെ പ്രിയപ്പെട്ട പ്രബോധകന്മാരോട്, ISMന്റെയും KNMന്റെയും മണ്ഡലം ശാഖാ നേതാക്കന്മാരോട് നിങ്ങളുടെ നാവുകളിൽ, സംസാരങ്ങളിൽ ജംഇയ്യത്തുലമയുടെ സമ്മേളനം ഉണ്ടാകണം. നവംബർ 16 എന്നത് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ഐതിഹാസികമായ സംഗമമായി കോഴിക്കോട് കടപ്പുറത്തൊരുമിച്ച് കൂടുന്ന മഹാസംഗമമായി നമുക്ക് മാറ്റേണ്ടതുണ്ട്. ഞാൻ ഓർക്കുന്നത് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ഐതിഹാസികമായ ഒരു സമ്മേളനം കോഴിക്കോട് കടപ്പുറത്ത് നടക്കുമ്പോൾ ബഹ്റൈനിൽ നിന്ന് വന്ന നമ്മുടെ ചില അതിഥികൾ നടത്തിയ സംസാരമാണ്. അവർ പറഞ്ഞ വാക്കുകൾ ഇപ്രകാരമാണ്: ഞങ്ങൾ വരുന്നത് ബഹ്റൈൻ എന്ന നാട്ടിൽ നിന്നാണ്. ഞങ്ങൾ ഇപ്പോൾ എത്തിച്ചേർന്നത് ഒരു ബഹ്റൈനിന്റെ തീരത്തേക്കാണ്, 2 സാഗരങ്ങളുടെ തീരത്തേക്കാണ്. ഒന്ന് ഈ അറബിക്കടലിന്റെ ഓളങ്ങ് തള്ളുന്ന തിരമാലകളാണെങ്കിൽ
ആ തിരമാലകൾക്ക് സമീപം എണ്ണിയെടുക്കാൻ കഴിയാത്ത മനുഷ്യ മഹാസാഗരത്തിലേക്കാണ് ഞങ്ങൾ കടന്നു വന്നത് എന്ന് നമ്മുടെ അതിഥികൾ ഓർത്തതുപോലെ അതിനേക്കാളും മഹത്തായ ഒരു സംഗമമായി, ബഹുജന സംഗമമായി, മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ കൂട്ടായ്മയുടെ വൻ വിജയമായി കേരള ജംഇയ്യത്തുൽ ഉലമയുടെ സമ്മേളനം മാറ്റണമെന്നതാണ് ഒന്നാമത് എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത്. രണ്ടാമത്തേത്, MSMന്റെ സംസ്ഥാന സെക്രട്ടറി ഈ വേദിയിലുണ്ട്. മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ കരുത്താണ് അതിന്റെ വിദ്യാർത്ഥി ഘടകം എന്ന് പറയുന്നത്. വീടുകളിൽ നാം ഉയർത്തിയ പള്ളികൾ, ആയിരക്കണക്കിന് പള്ളികൾ, പുളിക്കൽ ഒന്നാം മുജാഹിദ് സമ്മേളനം നടക്കുമ്പോൾ 20 ചില്ലാനം ശാഖകളും ചുരുങ്ങിയ മണ്ഡലം കമ്മിറ്റികളും ചുരുങ്ങിയ ജില്ലാ കമ്മിറ്റികളുമായി കേരള ദുബത്തുൽ മുജാഹിദീൻ ഒരു സംസ്ഥാന സമ്മേളനം നടത്തി. ഇന്ന് ആയിരക്കണക്കിന് ശാഖകൾ, ആയിരക്കണക്കിന് പള്ളികൾ, 10,000-കണക്കിന് പ്രബോധകന്മാർ, 10,000-കണക്കിന് പ്രവർത്തകന്മാർ. മുജാഹിദ് പ്രസ്ഥാനം കേരളത്തിൽ ഒന്നാകെ തണൽ നൽകിയ ഒരു തണൽ മരമായി മാറിയിരിക്കുന്നു. ആ തണൽ മരങ്ങളെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്തം എന്ന് പറയുന്നത് നമ്മുടെ കുട്ടികൾക്കാണ്, MSMന്റെ പ്രവർത്തകന്മാർക്കാണ്. പള്ളികൾക്ക് തുടർച്ചകൾ ഉണ്ടാകണം, അറബിക് കോളേജുകൾക്ക് തുടർച്ചകൾ ഉണ്ടാകണം, ആർട്സ് കോളേജുകൾക്ക് തുടർച്ചകൾ ഉണ്ടാകണം, മദ്രസകൾക്ക് തുടർച്ചകൾ ഉണ്ടാകണം. MSMന്റെ പ്രവർത്തന ഭൂമികയിൽ ആ കുട്ടികളെ ചേർത്ത് പിടിച്ച് മുന്നോട്ട് പോകാൻ നമുക്ക് കഴിയണം. മുജാഹിദ് വിദ്യാർത്ഥി വിഭാഗത്തിന്റെ ഐതിഹാസികമായ മഹാസമ്മേളനം ഈ വർഷം ഡിസംബർ മാസത്തിൽ കോഴിക്കോട് വെച്ച് തീരുമാനിച്ചിട്ടുണ്ട്. കേരളത്തിലെ മുജാഹിദ് വിദ്യാർത്ഥികൾ മുഴുവൻ MSMന്റെ സമ്മേളനത്തിൽ പങ്കെടുക്കുമെന്ന് കേരള ദുബത്തുൽ മുജാഹിദീന്റെ ജില്ലാ ഭാരവാഹികളോട്, മണ്ഡലം ഭാരവാഹികളോട്, ശാഖാ ഭാരവാഹികളോട്, ജംഇയ്യത്തുൽ ഉലമയുടെ പ്രബോധകന്മാരോട്, ISMന്റെ സഹപ്രവർത്തകന്മാരോട് വളരെ കൃത്യമായി ഞാൻ ഓർമ്മപ്പെടുത്തുന്നു. ആ കുട്ടികൾ കോഴിക്കോട് നഗരത്തിൽ നടക്കുന്ന മുജാഹിദ് വിദ്യാർത്ഥി വിഭാഗത്തിന്റെ സമ്മേളന നഗരിയിൽ ഒരു നദി പോലെ, ഒരു പുഴ പോലെ, ഒരു മലവെള്ളപ്പാച്ചില് പോലെ കോഴിക്കോട് നഗരത്തിലേക്ക് ഒഴുകിയെത്തുന്ന ദിനരാത്രങ്ങളെ സൃഷ്ടിച്ചെടുക്കാൻ നമുക്ക് കഴിയണം. നാം ഒരുപാട് പ്രവർത്തനങ്ങളിലാണ്. ISMന്റെ മുഖപത്രമായ വിചിന്തനം, അതിന്റെ ക്യാമ്പയിൻ കാലയളവ്, ഓരോ മുജാഹിദ് പ്രവർത്തകന്റെയും വീടുകളിൽ വിചിന്തനം വാരികയുണ്ടാകുമെന്നുള്ളത് നാം ഉറപ്പുവരുത്തണം. ISMന്റെ പ്രൊഫഷണലുകളായ നമ്മുടെ യുവാക്കളുടെ കൂട്ടായ്മയാണ് ഇൻസ്പയർ എന്ന് പറയുന്നത്. ഇൻസ്പയറിന്റെ നേതൃത്വത്തിൽ പ്രൊഫഷണൽ സമ്മേളനം നാം സംഘടിപ്പിക്കുന്നത് പ്രൊഫക്സൽ എന്ന പേരിലാണ്. ഒക്ടോബർ 12-ാം തീയതി കേരളത്തിലെ മുജാഹിദുകളായ, നമ്മെ സ്നേഹിക്കുന്ന അനുഭാവികളായ മുഴുവൻ ആളുകളുടെയും മഹാസംഗമം കോഴിക്കോട് വെച്ച് നടക്കുന്നുണ്ട്. നമ്മുടെ മക്കളായി, നമ്മുടെ സഹോദരങ്ങളായി, നമ്മുടെ സഹപ്രവർത്തകരായി ആ ഏരിയകളിലുള്ള മുഴുവൻ ആളുകളെയും ആ സമ്മേളനത്തിൽ പങ്കെടുപ്പിക്കാൻ ISMന്റെ സഹോദരങ്ങളോട് സഹകരിക്കണമെന്ന് കൂടി ഓർമ്മപ്പെടുത്തി ഞാൻ എല്ലാവിധ ആശംസകളും ISMന്റെ പേരിൽ ഈ സംഗമത്തിന് നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.